സർപ്രൈസ് ഗിഫ്റ്റ് എന്നാ നീ എന്താ കൊണ്ടെന്ന് പറഞ്ഞാൽ കാണിക്കാൻ അത് പോയിക്കാലോ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, ഒരാളും കൂടി ഉണ്ട്. ഞങ്ങളിന്ന് വീട്ടിൽ പോവാണ്. വീട്ടിൽ വെറുതെ പോകുന്നതല്ല, ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ വന്ന മുതലേ നമ്മളോട് വരാൻ പറയുന്നുണ്ട്. നമ്മൾ ഇല്ല പറയും. അതെ, രുദ്രന് വേണ്ടിയിട്ട് കരയിലുണ്ട് അയാൾ. അപ്പോൾ നമ്മൾ പറയാണ്ട് പോവാ. വീട്ടിൽ പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് ബസ്സൊക്കെ കയറി. 2 ബസ് കയറിയിട്ട് പോകണം വീട്ടിലേക്ക്. അപ്പോൾ ഫസ്റ്റ് ബസ് കയറി. രുദ്ര പിന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറേ നേരം കാഴ്ചകൾ കണ്ടതിന് ശേഷം അവൻ പിന്നെ നല്ല ഉറക്കായി. ഞാൻ വിളിച്ചില്ല, ഉറങ്ങിക്കോട്ടേന്ന് വിചാരിച്ചു. ബസ് കയറിയ എപ്പോഴുള്ളൊരു പതിവാണിത്. ഇത് പിന്നെ എൻ്റെ നാട്ടിലേക്ക് എത്തി. അവിടെയുള്ളൊരു കനാലായിരുന്നു. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന അങ്ങ് ദൂരെ കാണുന്നതാണ് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുന്നു. നമ്മൾ കള്ളന്മാരെ പോലെ പോയി. കാടും രാവിൽ പുലരാനാ. വിളിക്കല്ലടാ. പൂവിനാമോ എഴുതാ പഴിവാക്കൊരായിരം സർപ്രൈസ് ആയിരോ? നമ്മളെ അതിസാഹസികമായിട്ടാണ് വന്നത്. 4:05 ബസ് കയറി. ആ ബസ് കിട്ടും. സർപ്രൈസ് ഗിഫ്റ്റ് എന്നാ നീ എന്താ കൊണ്ടെന്ന് പറഞ്ഞാൽ കാണിക്കാൻ അത് പോയിക്കാലോ. മനസ്സിലാക്കി വന്നിട്ടില്ലേ? ചുഴിവുകളേറെ ഭംഗി പകരും അനുഭവഗാഥ ചായലും ഉലയാത്ത തേജസിന്റെ മുഖം ഈ മണ്ണിൻ നോക്കട്ടെ. ഇത് ഞാൻ എടുക്കാം. ചുളിവുകളേറെ ഭംഗി പകരും അനുഭവഗാഥ ചായലും ഉലയാത്ത തേജസിന്റെ മുഖം
ഈ മണ്ണിൻ അവിടുത്തെ ഫാൻസ് ആരാണ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം. വിഷു എന്ന് പറഞ്ഞ ചേച്ചിക്കും രുദ്രയ്ക്കും വേണ്ടി കുക്ക് ചെയ്യുന്ന ചക്കീരി. ഞാൻ പിന്നെ വിശന്നപ്പോൾ ചോറെടുത്ത് കഴിച്ചിട്ടോ. സ്പെഷ്യലായിട്ട് മീൻകറിയും ചിക്കൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അതൊക്കെ കഴിച്ച് അവിടെ ഇരുന്നു. അപ്പൊ ശരി. നമ്മൾ ചുളിവുകളേറെ